ഹലോ, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇത് കണ്ടിട്ട് എന്താ തോന്നുന്നേ? ഇത് നമ്മുടെ സാധാ മിച്ചറൊന്നും അല്ല കേട്ടോ. ഇതാണ് നല്ല ക്രിസ്പി സ്പൈസി ആയിട്ടുള്ള അടിപൊളി ചിക്കൻ മിച്ചർ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് 4 സവാള ഞാൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് നൈസായിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ട് കുഴച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചിക്കനാണ്. അപ്പോൾ ചിക്കൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഒറ്റ വിസിൽ കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചീന്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് നൈസായിട്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇതും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു സമയത്തേക്ക് നമുക്ക് കുറച്ച് അല്ലി വെള്ളുള്ളി ഇതുപോലെ തൊലിയോട് കൂടിയിട്ട് എടുത്തിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതുപോലെ കല്ലിൽ വെച്ചിട്ട് ഒന്ന് ചതച്ചെടുക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറിവേപ്പില കുറച്ചധികം ആവശ്യമുണ്ട്. അതും കൂടി നന്നായിട്ട് കഴുകിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഒരു വലിയ ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കത് കോരി മാറ്റിയെടുക്കാം കേട്ടോ. ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ആ വെളിച്ചെണ്ണയിലോട്ട് തന്നെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള വെള്ളുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളുള്ളി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിന്ന് കോരി മാറ്റാം. ഇതും നമ്മുടെ ആ പാത്രത്തിലേക്ക് തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിലോട്ട് നമ്മൾ സവാള അരിഞ്ഞു വെച്ചത് നന്നായിട്ട് പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് വേണം നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് ബാച്ചായിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് വറുത്തെടുക്കണം കേട്ടോ. ഈ ഒരു ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമുക്കിത് കോരി മാറ്റാം. അധികം മൂക്കാൻ നിൽക്കരുത് കേട്ടോ. പെട്ടെന്ന് കരിഞ്ഞു പോകുന്നൊരു സംഭവമാണ്. അപ്പോൾ ഈ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് കോരി മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ആ വെളിച്ചെണ്ണയിലോട്ട് തന്നെ നമുക്ക് പൊട്ടുകടല ഒരു 250 ഗ്രാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതും കൂടി ഒന്ന് കോരിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് നമ്മൾ വറുത്ത് കോരി എടുക്കാൻ കേട്ടോ. ചിക്കൻ നല്ല ക്രിസ്പി ആവുന്നത് വരെ നമ്മളിതുപോലെ വറുക്കണം. നന്നായിട്ട് തന്നെ ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കോരി മാറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കിലോ കപ്പലണ്ടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നല്ല പൊട്ടി വരുന്ന സമയം വരെ നമുക്കിത് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കപ്പലണ്ടി നന്നായിട്ട് തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റി വയ്ക്കാം. ഇതെല്ലാം കൂടി ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കണം കേട്ടോ. അതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ടൊരു വലിയ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുള്ള എല്ലാം കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കപ്പലണ്ടിയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. എല്ലാം നമ്മൾ കപ്പലണ്ടിയൊക്കെ നന്നായിട്ട് നമ്മുടെ ചൂടൊക്കെ ആറിയതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കണം. ഇനി വേറെ പണിയൊന്നുമില്ല കേട്ടോ. നേരെ ഒരു കട്ടൻ ഉണ്ടാക്കുക. ചൂട് കട്ടനൊപ്പം അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസിന് വേണ്ടിയിട്ട്, ടേസ്റ്റി റെസിപ്പീസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു.